അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് ഇവിടെ ഈ പോർഷൻ വരെയാണ് അല്ലേ. അപ്പം നമുക്ക് അടുത്തായിട്ട് ഈ പോർഷൻ തുടങ്ങും. ഇത് തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ. സോ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആർ ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഓൺലി ഫ്രം സീഡ്സ്. പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നത്, പുതിയ സസ്യങ്ങൾ, ചെടികൾ ഉണ്ടാകുന്നത് വിത്തുകളിൽ നിന്ന് മാത്രമാണ്. ഒബ്സർവ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ ഫ്രം വിച്ച് പാർട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് ഡു സാപ്ലിങ്സ് ഫോം. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രങ്ങളിൽ നിന്ന് ഈ ഈ ചെടികളുടെ, ഈ വൃക്ഷങ്ങളുടെ എന്തെല്ലാം പാർട്സിൽ നിന്നാണ്, ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ഇത് സാപ്ലിങ് എന്ന് പറഞ്ഞാൽ പുതിയ തൈകൾ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിവിടെ നമ്മൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന കറി ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയാപ്പലയുടെ ഏതൊക്കെ പാർട്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്? എല്ലാവർക്കും അറിയാം, കരിയാപ്പല നമ്മൾ ഈ സ്റ്റെമ്മോട് കൂടി വെട്ടി കളയൊക്കെ ചെയ്യുക അല്ലേ. അപ്പം ആ സ്റ്റെമ്മിൽ നിന്നുണ്ടാകും. എന്തുണ്ടാകും? സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നൊന്നാണ് കറി ലീഫിൻ്റെ സീഡ്. അരികൾ കണ്ടു കാണാൻ സാധ്യത കുറവാണ്, എങ്കിലും കറി ലീഫിന് സീഡ് ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സീഡിൽ നിന്നുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സിൽ നിന്നുണ്ടാകും. എന്ന് പറഞ്ഞാൽ വേരോടെ ഒരു ഇതിൻ്റെ വേര് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും ഇതിൽ നിന്ന് എന്തുണ്ടാകും? പുതിയ സാപ്ലിങ്, പുതിയ വിത്തൈകൾ ഉണ്ടാകും. ഓക്കെ. അടുത്തതായിട്ട് ജിഞ്ചർ പ്ലാന്റ്. ജിഞ്ചർ എന്താ? ഇഞ്ചി. ഇഞ്ചിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇഞ്ചിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇഞ്ചിയിൽ സ്റ്റെമ്മിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഇതിന് സീഡില്ല. ഓക്കെ. ഇതൊരു അണ്ടർഗ്രൗണ്ട് പ്ലാന്റ് ആണ്. മീൻസ് മണ്ണിൻ്റെ അടിയിൽ ഇതിൻ്റെ എന്താ പറയുക, മണ്ണിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഫലം കിട്ടുന്നത്. ഓക്കെ. സോ അതുകൊണ്ട് ഇതൊരു സ്റ്റെമ്മിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഓക്കെ. അടുത്തതായിട്ട് ബ്രയോഫിലത്തിൽ എങ്ങനെയാണ്? ബ്രയോഫിലത്തിൽ ലീഫാണ്. ഓക്കെ. ബ്രയോഫിലത്തിൻ്റെ ഈ പാർട്ട്, നിങ്ങൾ ഈ കാണുന്ന പാർട്ട് ഉണ്ടോ? ഏതാണ് ഈ കാണുന്ന പാർട്ട് ഉണ്ടോ? ഈ പാർട്ടും ബ്രയോഫിലത്തിൽ ലീഫായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ബ്രയോഫിലത്തിന് സ്റ്റെം ഇല്ല. ഓക്കെ. ബ്രയോഫിലത്തിന് ഓൺലി ലീഫ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ബ്രയോഫിലത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബ്രയോഫിലത്തിലും ലീഫ് മാത്രമാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് പെപ്പർ പ്ലാന്റ്. പെപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളക്. ഓക്കെ. കുരുമുളകിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കുരുമുളകിൽ സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ. കുരുമുളകിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സ്റ്റെമ്മിൽ നിന്ന്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും. കറി ലീഫ് പ്ലാന്റിനകത്ത് സ്റ്റെമ്മ്, റൂട്ട്, സീഡ് ആൻഡ് റൂട്ട്സ്. ജിഞ്ചർ പ്ലാന്റിൽ സ്റ്റെമ്മ്, ബ്രയോഫിലത്തിൽ ലീഫ്, പെപ്പർ പ്ലാന്റിൽ സ്റ്റെം. ഓക്കെ. ഈ ബ്രയോഫിലം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാക്ടസ് പോലൊക്കെയുള്ളൊരു സൈസ് ചെടിയാണ്. കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുള്ളി ചെടി കേട്ടിട്ടില്ലേ? കള്ളിമുള്ളി ചെടിക്ക് സ്റ്റെമ്മില്ല, അതിന് ലീഫ് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയുള്ളൊരു സൈസ് പ്ലാന്റ് ആണ് ഈ നമ്മുടെ ബ്രയോഫിലം. ഓക്കെ. Haven't you understood that new plants are formed from parts like root, stem, leaf and underground stem? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത് റൂട്ടിൽ നിന്നും, വേരിൽ നിന്നും, സ്റ്റെമ്മിൽ നിന്നും, തണ്ടിൽ നിന്നും, ലീഫിൽ നിന്നും, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നതാണ് ഏത്? നമ്മുടെ ഈ ഇഞ്ചി എന്ന് പറയുന്നത് സ്റ്റെമ്മാണ്, ഈ അടി വളരുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഇഞ്ചി നമ്മൾ സ്റ്റെമ്മിൽ നിന്ന് വളരുക എന്ന് പറയുന്നത്. സോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. Saplings can be formed not only from seeds but also from these parts. സാപ്ലിങ്സ് എന്തിൽ നിന്നുണ്ടാകും? സീഡ്സിൽ മാത്രം നിന്നല്ല, ബട്ട് ഓൾസോ ദീസ് പ്ലാന്റ്സ്. ഈ പറഞ്ഞ റൂട്ടിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്നും, ലീഫിൽ നിന്നും, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നും എല്ലാം ഉണ്ടാകും. ഓക്കെ. ഹെൻസ് ദീസ് പാർട്സ് ആർ ഓൾസോ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. അതുകൊണ്ട് തന്നെ ഈ പാർട്സും എന്താണ്? പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ്. നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റിന്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന റൂട്ടും, സ്റ്റെമ്മും, ലീഫും, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും എല്ലാം. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ in plants. Okay. The process of production of new saplings from the vegetative parts of plants like roots, stem, leaf and underground stem is called vegetative propagation. റൂട്ടിൽ നിന്നും, സ്റ്റെമ്മിൽ നിന്നും, ലീഫിൽ നിന്നും, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നും, ഈ പറയുന്ന 4 പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്? വെജിറ്റേറ്റീവ് പാർട്സ് ആണ്. ഓക്കെ. മനസ്സിലായോ? വെജിറ്റേറ്റീവ് പാർട്സ്. അപ്പം ഈ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നും ന്യൂ സാപ്ലിങ്സ്, പുതിയ സാപ്ലിങ്സ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് എന്ത്? എന്താണ് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ. മനസ്സിലായല്ലോ?
എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ്, ഒരു പ്രക്രിയയാണ്. എന്തിൻ്റെ പ്രക്രിയ? ഉണ്ടാകുന്ന പ്രക്രിയ. എന്തുണ്ടാകുന്നതാണ്? ന്യൂ സാപ്ലിങ്സ്, പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ്. ഫ്രം, എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഫ്രം ദി വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്, ലൈക്ക് പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആയ റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതെന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഗമേറ്റ്സിന് അതിലൊരു പങ്കും കാണില്ല. ഓക്കെ, അത് നിങ്ങൾ മുതിർന്ന ക്ലാസ്സിൽ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഓക്കെ, ഗമേറ്റ്സിന് ഒരു പങ്കും കാണില്ല. ആ ഗമേറ്റ്സിന്റെ പങ്കില്ലാത്ത റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അടുത്തതായിട്ട് സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്നാണ് സീഡ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ എന്താ പറയാ, പയറൊക്കെ ഇല്ലേ, ഈ പയറൊക്കെ മുളയ്ക്കാന്ന് കേട്ടിട്ടില്ലേ? മുളച്ചു വരുന്ന പയർ, അതിനെയാണ് നമ്മൾ സീഡ്ലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി ഒന്ന് വിളിച്ച് പറയാതെ. ഈ പ്രോസസ്സ് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചിലപ്പം വരാൻ കേട്ടോ. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ? അത് തെറ്റല്ലേ മക്കളെ? അതെന്താണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ സീഡ്സ് ആർ ഫോം ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാം. ഹൗ ഡിഡ് സീഡ്സ് ആർ ഫോംഡ്? സെക്ഷൽ ഓർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? അതിൻ്റെ ആൻസർ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ്. അപ്പം അതും തെറ്റരുത്. ഓക്കെ, അപ്പോൾ സീഡ്ലിങ്സ് ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ്? സീഡ്സിൽ നിന്നാണ്. ഓക്കെ, അതും ഓർത്ത് വെച്ചോണം. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും പിന്നെ എന്ത് വഴിയും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും ഉണ്ടാകുന്ന പ്ലാന്റ്സിന്റെ ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. ഇത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടി നോക്കാം. ഓക്കെ, ബ്രെഡ് ഫ്രൂട്ട്. അതുപോലെ തന്നെ റൂട്ടിൽ നിന്നുണ്ടാകുന്ന വേറൊരു പ്ലാന്റിന്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ. അപ്പം നമ്മൾ മേളിൽ പഠിച്ചതിനകത്ത് എന്താ ഉള്ളത്? കറി ലീഫ് എന്തിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മൾ പറഞ്ഞത്? ഫ്രൂട്ട് അല്ലേ. അപ്പം നമുക്ക് എന്തിവിടെ എഴുതാം? ഇവിടെ നമുക്ക് കറി ലീഫ് എന്ന് എഴുതാം. കറി ലീഫ്. അടുത്തതായിട്ട് അടുത്തൊരു പ്ലാന്റിന്റെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. റൂട്ടിൽ നിന്നുണ്ടാകുന്ന വേറൊരു തരം പ്ലാന്റ് ആണ് നീം. നീം നമുക്ക് അറിഞ്ഞൂടെ? വേപ്പ്. പലതരം വേപ്പുണ്ട്, ആര്യവേപ്പ്, അങ്ങനെയുള്ള പലതരം വേപ്പുണ്ട്. അപ്പം ഇതിൽ നിന്നുണ്ടാകുന്ന റൂട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നീം. അതുകൊണ്ട് നീം നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് റൂട്ടിൽ നിന്നുണ്ടാകുന്ന വേറൊരു പ്ലാന്റും കൂടി എഴുതാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം തൽക്കാലം നമുക്ക് രണ്ടെണ്ണം വെച്ച് പോകാം, സമയത്തിന്റെ പ്രശ്നം കൊണ്ട് കേട്ടോ. അടുത്തതായിട്ട് മുരിങ്ങ. സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങയിലയില്ലേ, അതാണ് സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്നത്. മുരിങ്ങ സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം അടുത്തത് നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റുന്നത് ഷൂ ഫ്ലവർ. ഷൂ ഫ്ലവർ എന്ന് പറയുന്നതും സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്ന ഒരു തരം സസ്യമാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഷൂ ഫ്ലവർ. വെയിറ്റ്, നമുക്ക് താഴോട്ട് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, സോ ഷൂ ഫ്ലവർ. അപ്പം ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി എഴുതാൻ പറ്റിയത് തപ്പിയോക്ക. ഓക്കെ, തപ്പിയോക്ക നിങ്ങൾക്ക് അറിയത്തില്ലേ മക്കളെ? തപ്പിയോക്ക എന്ന് പറയുന്നത് നമ്മുടെ ചീനി, കപ്പ, അങ്ങനെയൊക്കെ പലയിടത്ത് പല പേരാണ് അതിന് പറയുന്നത്. അപ്പം അതാണ് തപ്പിയോക്ക. അപ്പം നമുക്ക് തപ്പിയോക്കയും കൂടി ഇവിടെ എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ 3 ഓപ്ഷൻ വന്ന് മുരിങ്ങ, തപ്പിയോക്ക, ഷൂ ഫ്ലവർ. ഓക്കെ, അപ്പം അടുത്തതായിട്ട് ഇവിടെ നമുക്ക് നോക്കാം ബ്രയോഫിലം. ലീഫിൽ നിന്നുണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം അതിന് നമുക്ക് അടുത്ത ഒരെണ്ണമുണ്ട് ബെഗോണിയ. ഓക്കെ, ബെഗോണിയ. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ വേണ്ടി ഇതിന് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് തരാം. ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ ലീഫിൽ നിന്നും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നതായ പ്ലാന്റ്സിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ തരാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെയാണ് സ്നേക്ക് പ്ലാന്റ്. ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ വേറൊരു ഓപ്ഷനാണ് സ്നേക്ക് പ്ലാന്റ്. ഓക്കെ,
അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനകത്ത് വരുന്നതാണ് ഡയോസ്കോറിയ. ഓക്കെ, ഇത് ഇങ്ങനൊരു പ്ലാന്റ് ആണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനകത്ത് വരുന്നത്. ഇതൊക്കെ പഠിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ നമ്മൾ തരുന്ന കൂടാതെ ഈ ഇതിനകത്തുള്ള ഇതെല്ലാം പഠിച്ചു നോക്കണം. ഇതൊക്കെ എക്സാമിന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നമ്മൾ തൊട്ട് മേളിലൊരെണ്ണം പറഞ്ഞായിരുന്നില്ല, ഏതാ? ജിഞ്ചർ. ഓക്കെ, അപ്പം നമുക്ക് അതിനകത്ത് ജിഞ്ചർ കൂടി ആഡ് ചെയ്യാം. അടുത്തതായിട്ട് ഒണിയൻ എന്താ? നമ്മുടെ ഉള്ളി, ഈ സവാള, കൊച്ചുള്ളി, അങ്ങനെ ഉള്ളികളൊക്കെ ഉണ്ടല്ലോ, വെളുത്തുള്ളി, അങ്ങനെ ഉള്ളികൾ, ഇതെല്ലാം നമുക്ക് മണ്ണിനടിയിലാണ് വളരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒണിയനും കൂടി ആഡ് ചെയ്യാം. അടുത്ത സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് സീഡിനകത്ത് നമുക്ക് നോക്കാം. മുരിങ്ങയില സീഡിൽ നിന്നും ഉണ്ടാകും. അത് എന്തിൽ നിന്നുണ്ടാകും? സ്റ്റെമ്മിൽ നിന്നും ഉണ്ടാകും, സീഡിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മുരിങ്ങ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തക്കാളി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി സീഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്നും തക്കാളി ഉണ്ടാകും കേട്ടോ. അടുത്തതായിട്ട് ബ്രിഞ്ചാൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കത്രിക്ക എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകും, അത് സ്റ്റെമ്മിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവിടെയും വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇവിടെ നമുക്ക് എഴുതാനുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഈ പോർഷൻ നിർത്താം. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലെന്ന് തോന്നുന്നെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പാർട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത പാർട്ട് ഇട്ടാൽ മതി. കാണാൻ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പോൾ 10 പേജ് നമ്മൾ ഇതുവരെ ആയിട്ടുള്ളൂ. ഈ പതുക്കെ സംസാരിച്ച് പറഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും പോർഷൻ മുൻപോട്ട് പോകാത്തത്. ബട്ട് ഇനി നമുക്ക് ഇച്ചിരി സ്പീഡിലെടുത്ത് പോകാം. ഇപ്പം നടന്ന് നോക്ക്, നിങ്ങൾ ആ ഒരു പേജാണ് ഇന്ന് കവർ ചെയ്തത്. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോകണം. അപ്പം പോർഷൻസ് എത്രയും പെട്ടെന്ന് കവർ ചെയ്ത് പോകണം. സ്കൂളിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്തണ്ടേ. സോ ഓക്കെ, താങ്ക് യു.